യെസ്, നമ്മുടെ ഈ ഒരു ചാനലിൽ സാധാരണ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. SSC-നും റെയിൽവേയിലൊക്കെ ഉള്ള യൂണിഫോം പോസ്റ്റുകളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, കുറച്ചും കൂടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ വരുന്ന പോസ്റ്റുകളുണ്ടോ, യൂണിഫോം പോസ്റ്റുകളുണ്ടോ, നമുക്ക് ഡയറക്റ്റ് ഡിഫൻസിന് കീഴിൽ ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും പോസ്റ്റുകളുണ്ടോ, നേവിയിലും ആർമിയിലും എയർഫോഴ്സിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പുതിയൊരു അവസരം വന്നിട്ടുണ്ട്. അഫ്കാറ്റ് 2026/02/2026 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സിലബസിലെ കണ്ടന്റുകൾ, പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് പറയാം, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ യൂണിഫോം പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പാരന്റോ അല്ലെങ്കിൽ ഒരു ബ്രദറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ദിശ അക്കാദമി കാലങ്ങളായിട്ട് യൂണിഫോം ആഗ്രഹിക്കുന്ന കുട്ടികളെ ആ പോസ്റ്റുകളിലേക്ക് എത്തിച്ച് അനുഭവ പരിചയമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഞങ്ങളെ കൂടെ ചേർന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഫ്കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു വലിയ പ്രസംഗവും നടത്തുന്നില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ കൂടെ കാലങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഫ്കാറ്റുമായി ബന്ധപ്പെട്ട കോഴ്സിൽ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശരി, ഞാൻ ഈ പ്രധാനപ്പെട്ട ഡേറ്റ് പറഞ്ഞുതരാം. മെയ് 20 ആണ് അപ്ലിക്കേഷൻ ഡേറ്റ്. മെയ് 20 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 19 അപ്ലിക്കേഷൻ ഡേറ്റ് കഴിയുന്നത്. 300 വേക്കൻസികളാണ് ഓവറോൾ ഉള്ളത്. അത് 3 സെറ്റായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലൈയിങ് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് പോസ്റ്റുകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 550 രൂപയാണ്. അതിൽ നിങ്ങൾ NCC ഉള്ള ആളാണെങ്കിൽ ആ ഒരു റിലാക്സേഷൻ ഉണ്ട്, ഫീസ് നിങ്ങൾ അടയ്ക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പരീക്ഷ എഴുതാതെ ഗേറ്റ് സ്കോർ, ചില ബിടെക് ഉള്ള കുട്ടികളൊക്കെ ഗേറ്റ് എക്സാം എഴുതാറുണ്ട്, അതിനെ ബേസ് ചെയ്തും ഇവിടെ സെലക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ NCC ഉള്ള ആളുകൾക്ക് ഒരു നല്ല അവസരമാണ്, കാരണം 10% അവർക്ക് പോസ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ 300 ഏകദേശം 30 പോസ്റ്റുകൾ അവർക്ക് വേണ്ടി തന്നെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ശരി, ഏജ് ലിമിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 20 മുതൽ 24 വയസ്സ് വരെയാണ്. നിങ്ങൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേരെങ്കിലും ഒക്കെ ഉണ്ടാവും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ, അവർക്ക് 20 മുതൽ 26 വയസ്സ് വരെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ അവസരമുണ്ട്. ഇനി നിങ്ങൾ ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫ് ആണെങ്കിൽ, അത് ടെക്നിക്കൽ ഉണ്ട്, നോൺ ടെക്നിക്കൽ ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 20 മുതൽ 26 വയസ്സ് വരെയാണ് അവസരമുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 20 മുതൽ 24 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ജൂൺ 2, 2023 ശേഷം ജനിച്ച, ജൂലൈ 1, 2027 മുന്നേ ജനിച്ചുള്ള ആൾക്കാണ് എഴുതാൻ കഴിയുക. അപ്പൊ ഇവിടെയും അത് കൊടുത്തിട്ടുണ്ട്. നോൺ ടെക്നിക്കലിന്റെയും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ബോൺ ബിറ്റ്വീൻ ജൂലൈ 2, 2001, ജൂലൈ 1, 2007. അപ്പൊ അങ്ങനെ ആ ഡേറ്റിനിടയിൽ ജനിച്ച ആളുകൾക്കൊക്കെ ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഓർത്തുള്ള. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫ്ലൈയിങ് ബ്രാഞ്ചിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നായി വായിച്ചു നോക്കുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോന്നായി വായിച്ചിട്ട് നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലൈയിങ് ബ്രാഞ്ച് അല്ല, നിങ്ങൾക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടിക്കുള്ള വേക്കൻസി ആണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 50% മാർക്ക് ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പറയുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും +2 മാർക്ക് മിനിമം ഇത്ര വേണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇത്തവണ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു മിനിമം മാർക്ക് +2 10+2 ആവശ്യമില്ല, നിങ്ങൾ പാസ് ആയിട്ടുണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ ചില പോസ്റ്റുകൾക്ക് ബിടെക് ആവശ്യമാണ്, ചിലതിന് സാധാരണ ഡിഗ്രിയാണ് ആവശ്യം. ഇനി അക്കൗണ്ട്സ് ഉള്ള ചില പോസ്റ്റുകളുണ്ട്. ഇതൊന്നും ശ്രദ്ധിച്ചോളാം, എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്ക് BCom ഡിഗ്രി ഉണ്ടാവണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ BBA ഉണ്ടാവണം എന്നുള്ള, ഓർ CA, CMA, CS, CFA ക്വാളിഫിക്കേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫ് എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു അവസരമായിരിക്കും, ഓർത്തോളാം. ഇനി എക്സാം പാറ്റേൺ നമ്മുടെ SSCയുടെ എക്സാം പാറ്റേൺ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ സമയം ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമുക്ക് 2 മണിക്കൂറുണ്ട്. 100 ക്വസ്റ്റ്യന് 120 മിനിറ്റ് സമയമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. SSCയിലെ സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് ശരിയാവുകയാണെങ്കിൽ 3 മാർക്ക്, തെറ്റാണെങ്കിൽ -1 മാർക്ക്. മൈനസ് കുറച്ച് കൂടുതലാണ്. ഇനി എക്സാമിലുള്ളത് ജനറൽ അവയർനെസ് ഉണ്ട്,
ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, നമ്മളെ SSC പരീക്ഷയ്ക്കുള്ള പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി മാത്സ് ആണ്, നമ്മളെ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ സ്ഥിരമായി നമ്മൾ SSCക്ക് എന്താണോ പഠിക്കുന്നത് അത് അങ്ങനെ തന്നെ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോഴ്സ് ചെയ്തു തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസണിങ് തന്നെയാണ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. SSCയുടെ അതേ ഓർഡറിൽ തന്നെയാണ് ആ ഒരു ടോപ്പിക്കുകളൊക്കെ പോകുന്നതുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഓവറോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. സിലബസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, എന്നാൽ നല്ലപോലെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. നമുക്ക് എക്സാം എഴുതുമ്പോൾ അത്യാവശ്യം സമയം കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം. ഈ ഒരു അവസരം ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ട് കാര്യമില്ല. 26 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് സമയം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.